നമ്മുടെ ദൈവമാണ്. കർത്താവ് നമ്മുടെ രക്ഷകനാണ്. കർത്താവ് നമ്മുടെ വീണ്ടെടുപ്പുകാരനാണ്. കർത്താവ് നമ്മുടെ വഴികാട്ടിയാണ്. കർത്താവ് നമ്മുടെ സങ്കേതമാണ്. കർത്താവ് നമ്മുടെ കോട്ടയാണ്. കർത്താവ് നമ്മുടെ സുരക്ഷാ കേന്ദ്രമായിരിക്കാൻ ഇന്ന് പ്രകാരം ആ കർത്താവിന്റെ സന്നിധിയിൽ നാം സുരക്ഷിതരായിരിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് വേദവചന ചിന്തയിലേക്ക് ഏവരെയും ഹാർദവമായി മിശിഹായുടെ നാമത്തിൽ ക്ഷണിക്കുകയാണ്. ഇത് പ്രകാരം ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് കാര്യത്തിലേക്ക് പോവുകയാണ്. നമ്മൾ എപ്പോഴും ഏതെങ്കിലും ഒരു കാര്യത്തെ കുറിച്ച് കേട്ടതിന് ശേഷം, അറിഞ്ഞതിന് ശേഷം നമ്മൾ സർവ്വസാധാരണമായി ഇങ്ങനെയാണ് പറയുന്നത്: അവന് മനസാക്ഷിയില്ലാതെ പോയല്ലോ, അവന്റെ പ്രവൃത്തി മനസാക്ഷിയില്ലാത്ത പ്രവൃത്തിയായല്ലോ, അവന്റെ പ്രവൃത്തിക്ക് മനസാക്ഷിയുടെ ഒരു സ്വാധീനവും ഇല്ലാതെ പോയല്ലോ എന്ന് നമ്മൾ സർവ്വസാധാരണമായി പറയും. അങ്ങനെയെങ്കിൽ വാട്ട് ഈസ് കോൺഷ്യസ്? എന്താണ് മനസാക്ഷി? ഈ ചോദ്യം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കട്ടെ. മുഴുവൻ വേദപുസ്തകത്തിൽ നിന്നാണ് ഇതിനെക്കുറിച്ച് പ്രകാരം ചിന്തിക്കാൻ പോകുന്നത്. പല വ്യക്തികൾ ഈ ചോദ്യത്തിന് പല രീതിയിലാണ് മറുപടി പറഞ്ഞിരിക്കുന്നത്. ചിന്തകളാണ് മനസാക്ഷി, അകലെയുള്ള അറിവാണ് മനസാക്ഷി, ജീവിതത്തിന്റെ ഭാഗമാണ് മനസാക്ഷി, ജനനത്താൽ ഉള്ള ഒന്നാണ് മനസാക്ഷി, ജീവിതത്തിന്റെ അവസാനം വരെ ഒരു ജീവിക്കുന്ന വ്യക്തിയോടൊപ്പം യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയാണ് മനസാക്ഷി. ദൈവ സന്നിധിയിൽ ഒരു മനുഷ്യന്റെ മനസാക്ഷി നല്ലതോ തീയതോ ആയിത്തീരുന്നു എന്ന അവസ്ഥയിൽ തർക്കമില്ല. മരണത്താൽ പോലും അവസാനിക്കാത്ത ഒന്നാണ് മനസാക്ഷി. നരകത്തിയാലും വെന്തമരാത്ത നിലനിൽക്കുന്ന സ്ഥായിയായ, സ്ഥിരമായ, സുസ്ഥിരമായ, പരമപ്രധാനമായ ഒരാളത്വമാണ് മനസാക്ഷി എന്ന കാര്യത്തിന് സംശയമില്ല. ബൈബിൾ പഠിക്കുമ്പോൾ ഒരു മനുഷ്യന്റെ ഹാർട്ട് അല്ലെങ്കിൽ ഹൃദയം, ഒരു മനുഷ്യന്റെ മൈൻഡ് അഥവാ മനസ്സ്, ഒരു മനുഷ്യന്റെ ലൈഫ് അഥവാ ജീവൻ, ഇതെല്ലാം മനസാക്ഷിയുമായി ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത് എന്ന കാര്യത്തിന് സംശയമില്ല. അങ്ങനെയെങ്കിൽ പ്രിയ ദൈവമക്കളെ, ഹൃദയമെന്നോ മനസ്സെന്നോ പ്രാണനെന്നോ ജീവനെന്നോ നമുക്ക് മനസാക്ഷിയെ സങ്കല്പിച്ചാൽ അതിൽ യാതൊരു തെറ്റുമില്ല എന്ന് ഇന്ന് പ്രകാരം ഓർപ്പിക്കട്ടെ. ഒരു മനുഷ്യനും തന്റെ മനസാക്ഷിയെയോ മറ്റൊരാളുടെ മനസാക്ഷിയെയോ എടുത്തു കാണിക്കുവാനോ ചൂണ്ടിക്കാണിക്കുവാനോ സാധിക്കത്തില്ല. എന്നാൽ മനസാക്ഷിയെ കുറിച്ച് നമുക്ക് പലവിധമായ നല്ലതും തീയതുമായ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുവാനേ കഴിയത്തുള്ളൂ. അങ്ങനെയെങ്കിൽ ഒരാളുടെ ജീവിതത്തിൽ തന്റെ മനസാക്ഷി നല്ലതാണോ തീയതാണോ എന്ന് തനിക്ക് തിരിച്ചറിയുവാൻ കഴിയുമ്പോൾ, പ്രിയ ദൈവമക്കളെ, ഈ ലോകത്തിലെ ഒരു നീതിന്യായ കോടതിക്കും ഒരു മനസാക്ഷിയുടെ, മനുഷ്യന്റെ മനസാക്ഷിയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ വിചാരണയുടെ ഒടുവിൽ അദ്ദേഹത്തിന് ശിക്ഷ വിധിക്കുവാൻ പോലും സാധ്യമല്ല എന്ന് കാണുമ്പോൾ ഇന്ന് പ്രകാരം നമ്മൾ കടന്നുപോട്ടെ. നിങ്ങൾ പെട്ടെന്ന് വായിക്കണം വാട്ട് ഈസ് കോൺഷ്യസ്. അങ്ങനെ ആ ചോദ്യത്തിനുള്ള മറുപടിയിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ 1 തിമോത്തിയോസ് ആ ലേഖനം 4-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം, 1 തിമോത്തിയോസിന് എഴുതിയ പൗലോസിന്റെ 1-ാം ലേഖനം 4-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണുവാൻ സാധിക്കുന്നു. 1 തിമോത്തിയോസിന് പൗലോസ് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നു: കാപട്യത്താൽ വ്യാജം പറയുന്നവരുടെ മനസാക്ഷി ചുട്ടുപഴുത്ത ഇരുമ്പ് പോൽ എന്ന പോലെ കത്തിക്കരിഞ്ഞിരിക്കുന്നു. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ഒന്നാമത്
ബാഡ് കോൺഷ്യസ് ആണ്, ചീത്ത മനസാക്ഷിയാണ്. ആ ചീത്ത മനസാക്ഷിയെ കുറിച്ച് ഇവിടെ നമ്മൾ വായിച്ചത് ഒന്നുകൂടെ വായിച്ചാട്ടെ. കാപട്യത്താൽ വ്യാജം പറയുന്നവരുടെ മനസാക്ഷി ചുട്ടുപഴുത്ത ഇരുമ്പ് കൊണ്ട് എന്ന പോലെ കത്തിക്കരിഞ്ഞിരിക്കുന്നു. പ്രിയ ദൈവമക്കളെ, ചുട്ടുപഴുത്ത ഒരനുഭവം, കത്തിക്കരിഞ്ഞ ഒരനുഭവമാണ്. അങ്ങനെയെങ്കിൽ കത്തിക്കരിഞ്ഞ ഒരു തീക്കട്ടയ്ക്ക് എന്ത് ചെയ്യുവാൻ ഒരു മടിയില്ല. പഴുപ്പ് നല്ലതുപോലെ അഗ്നിയിൽ പഴുത്തു നിൽക്കുന്ന ഒരു വസ്തുവിന് എന്ത് ചെയ്യുവാൻ മടിയില്ല. ആരെയും പ്രതിരോധിക്കാൻ മടിയില്ല, ആരെയും ആക്രമിക്കാൻ മടിയില്ല, ആരെയും അറ്റാക്ക് ചെയ്യാൻ മടിയില്ല. ആർക്കു നേരെയും അതിപ്രസരമായി അതിന് മുന്നോട്ട് ചാടുവാൻ ഒരു മടിയുമില്ല എന്ന് ബൈബിൾ പറയുമ്പോൾ ഒന്നാമത്തത് ബാഡ് കോൺഷ്യസ് ആണ്. പ്രിയ വാത്സല്യമുള്ള എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഒരു ദൈവ പൈതലിന്, ഒരു ക്രൈസ്തവന്, ഒരു ക്രിസ്ത്യാനിക്ക്, ഒരു വിശ്വാസിക്ക്, ഒരു വിശുദ്ധന്, ഒരു സഭാ ജനത്തിന് ഒരിക്കലും ഇങ്ങനത്തെ ഒരു മനസാക്ഷി കാണാതിരിക്കട്ടെ. നമ്മുടെ മനസാക്ഷി ഒരു കാരണവശാലും ഇങ്ങനത്തെ മനസാക്ഷിയല്ല. നമ്മുടെ മനസാക്ഷി ഒരു രീതിയിലും ഇത്തരത്തിലുള്ള ഒരു മനസാക്ഷിയല്ല എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകാതെ അറിഞ്ഞിരിക്കേണ്ടത് അനിവാര്യമാണ്. തീത്തോസിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 15-ാം വാക്യം. തീത്തോസിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 15-ാം വാക്യം. ശുദ്ധിയുള്ളവർക്ക് എല്ലാം ശുദ്ധം തന്നെ, എന്നാൽ അശുദ്ധർക്കും അവിശ്വാസികൾക്കും ഒന്നും ശുദ്ധമല്ല. അവരുടെ മനസ്സും മനസാക്ഷിയും ഒരുപോലെ മലിനമായിരിക്കുന്നു. പ്രിയ ദൈവമക്കളെ, ഒരു ദൈവ പൈതലിന്റെ മനസാക്ഷി മലിനമല്ല. ഒരു ദൈവ പൈതലിന്റെ മനസാക്ഷി അശുദ്ധമല്ല. ഒരു ദൈവ പൈതലിന്റെ മനസാക്ഷി ദോഷകരമല്ല. ഒരു ദൈവ പൈതലിന്റെ മനസാക്ഷി കാപട്യപൂരിതമല്ല എന്നുള്ള കാര്യം നമ്മൾ അറിയണം. അങ്ങനെയെങ്കിൽ ഒന്നാമത് നമ്മൾ കാണുകയാണ് ബാഡ് കോൺഷ്യസ്. അഴുക്കായ, മോശമായ, ഗുണമില്ലാത്ത, ചീത്തയായ, നിലവാരമില്ലാത്ത, മെച്ചമല്ലാത്ത മനസാക്ഷി. ഒരിക്കലും അങ്ങനത്തെ ഒരു മനസാക്ഷി നമ്മളിൽ ആരെങ്കിലും കാണാതിരിക്കട്ടെ എന്ന് കർത്താവിന്റെ നാമത്തിൽ ഓർപ്പിക്കുകയാണ്. രണ്ടാമത് ഗുഡ് കോൺഷ്യസിനെ കുറിച്ച് 1 തിമോത്തിയോസ് 1-ാം അധ്യായം അതിന്റെ 5-ാം വാക്യത്തിൽ നമ്മൾ വായിക്കാം. 1 തിമോത്തിയോസ് 1-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. കൽപ്പനയുടെ ലക്ഷ്യമോ അങ്ങനെ പറഞ്ഞതിനു ശേഷം അതിന്റെ 2-ാം അധ്യായത്തിലേക്ക് നാം കടന്നുപോവുകയാണ്. 2 തിമോത്തിയോസിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 5-ാം വാക്യത്തില് ഇങ്ങനെ വായിക്കുന്നു. നിന്റെ ആത്മാർത്ഥത വിശ്വാസത്തെ കുറിച്ച് എനിക്ക് ഓർമ്മയുണ്ട്. അതാദ്യം നിന്റെ വലിയമ്മയായ ലോവീസിലും നിന്റെ അമ്മയായ യൂനിക്കായും ഉണ്ടായിരുന്നു. അത് നിന്നിലും ഉണ്ടെന്ന് ഞാൻ കാണുകയാണ്. അതിന്റെ 19-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ 1 തിമോത്തിയോസ് 1-ാം അധ്യായം അതിന്റെ 19-ാം വാക്യത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്. വിശ്വാസവും നല്ല മനസാക്ഷിയും മുറുകെ പിടിക്കുക. ഈ പറയുന്നതെല്ലാം തിമോത്തിയോസിനോടാണ്. ഈ പ്രഖ്യാപനങ്ങളെല്ലാം തിമോത്തിയോസിനോടാണ്. ഈ പറച്ചിലുകളെല്ലാം തിമോത്തിയോസിനോടാണ്. നിന്റെ അമ്മയ്ക്ക് നല്ല മനസാക്ഷി ഉണ്ടായിരുന്നു, നിന്റെ വലിയമ്മയ്ക്ക് നല്ല മനസാക്ഷി ഉണ്ടായിരുന്നു. ആ നല്ല മനസാക്ഷി നിന്നിലും ഉണ്ടായിരിക്കട്ടെ. ആ നല്ല മനസാക്ഷിക്ക് അനുസൃതമായി നിന്റെ ജീവിതം മുന്നോട്ട് പോകുന്നത് നിന്റെ ഭാവി ജീവിത നിലനിൽപ്പിന് ഏറ്റവും സഹായകരമാണ് എന്ന് അപ്പോസ്തലനായ പൗലോസ് പറയാണ്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ഒന്നാമത്തേത് ബാഡ് കോൺഷ്യസ് എങ്കിൽ രണ്ടാമത്തേത് ഗുഡ് കോൺഷ്യസ് ആണ്. മൂന്നാമത് നമുക്ക് നോക്കാം. 1 തിമോത്തിയോസിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം നമുക്ക് വായിക്കാം. 1 തിമോത്തിയോസിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം. നീ എഫെസോസിൽ താമസിക്കണമെന്ന് ഞാൻ മക്കതോനിക്ക് പോകുമ്പോൾ അപേക്ഷിച്ചതുപോലെ ഇപ്പോഴും ചെയ്യുന്നു. വ്യത്യസ്തമായ ഉപദേശങ്ങൾ പഠിപ്പിക്കുന്ന ചിലരുടെ ആജ്ഞാപിക്കേണ്ടത് എന്ന് താൻ പറയുമ്പോൾ 2 തിമോത്തിയോസ് അതിന്റെ 1-ാം അധ്യായം 3-ാം വാക്യത്തിലേക്ക് വീണ്ടും തന്നെ ഓർപ്പിക്കുകയാണ്. എന്റെ പ്രാർത്ഥനയിൽ രാവും പകലും ഇടവിടാതെ നിന്നെ ഓർത്തുകൊണ്ട്
പൂർവ്വപിതാക്കന്മാർ ചെയ്തതുപോലെ ഞാൻ നിർമ്മല മനസാക്ഷിയോടെ ആരാധിക്കുന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള ദൈവമക്കളെ, ഒന്നാമത്തത് ബാഡ് കോൺഷ്യസ് എങ്കിൽ, രണ്ടാമത്തത് ഗുഡ് കോൺഷ്യസ് എങ്കിൽ, മൂന്നാമത്തത് പ്യൂർ കോൺഷ്യസ് ആണ്. നിർമ്മലമായ മനസാക്ഷി. ഒരു ക്രിസ്ത്യാനി, ഒരു കർത്തൃ പൈതൽ, ഒരു ദൈവ പൈതൽ, ഒരു വിശ്വാസി, ഒരു വിശ്വാസ സമൂഹം ആഴ്ചവട്ടത്തിലെ ഒന്നാം നാളിൽ ദൈവാലയത്തിൽ വന്ന് ദൈവത്തെ ആരാധിക്കുന്നത് നിർമ്മല മനസാക്ഷിയോടെ ആയിരിക്കട്ടെ, പരിശുദ്ധ മനസാക്ഷിയോടെ ആയിരിക്കട്ടെ, ശ്രേഷ്ഠകരമായ മനസാക്ഷിയോടെ ആയിരിക്കട്ടെ, വിലയേറിയ മനസാക്ഷിയോടെ ആയിരിക്കട്ടെ, മൂല്യമുള്ള മനസാക്ഷിയോടെ ആയിരിക്കട്ടെ. ഒരു കാരണവശാലും അഴുക്കുണ്ടായ, മാലിന്യമുണ്ടായ, ദോഷകരമായ, മ്ലേച്ഛകരമായ, മുഷിഞ്ഞ മനസാക്ഷിയോടെ ആയിരിക്കരുത് ഒരു ദൈവവൈദ്യന്റെ ആരാധനയെന്ന് കർത്താവിന്റെ നാമത്തിൽ അർപ്പിക്കുകയാണ്. ഒന്നാമത്തേത് ബാഡ് കോൺഷ്യസ്, രണ്ടാമത്തേത് ഗുഡ് കോൺഷ്യസ്, മൂന്നാമത്തേത് പ്യൂർ കോൺഷ്യസ്. അതുകൊണ്ട് ഇന്ന് പ്രകാരം എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള ദൈവമകളെ, എന്റെ ദൈവത്തിന്റെ നാമത്തിൽ അർപ്പിക്കട്ടെ. നമ്മുടെ മനസാക്ഷി അത് നിർമ്മലമായിരിക്കട്ടെ. ആമേൻ. 1 തിമോത്തിയോസ് 3-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം നമുക്ക് വായിക്കാം. 1 തിമോത്തിയോസ് 3-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം ആരെങ്കിലും ഒരാളെടുത്തെങ്കിലും ഒന്ന് വായിച്ചാട്ടെ. ആമേൻ. 1 തിമോത്തിയോസ് 3:9 അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഇവിടെ ഇച്ചിരിയുടെ വ്യത്യസ്തമാണ്. ഒന്നാമത് ബാഡ് കോൺഷ്യസ്, രണ്ടാമത് ഗുഡ് കോൺഷ്യസ്, മൂന്നാമത് പ്യൂർ കോൺഷ്യസ് എങ്കിൽ ഇവിടെ നാലാമത് പറയാം ക്ലിയർ കോൺഷ്യസ്. പ്രിയ ദൈവമക്കളെ, നമുക്കറിയാം പ്രസന്നമായ മനസാക്ഷി, സന്തോഷകരമായ മനസാക്ഷി, ചൈതന്യമുള്ള മനസാക്ഷി പ്രസന്നകരമായിരിക്കണം. നമ്മൾ പലപ്പോഴും മനുഷ്യന്റെ പ്രസന്നത അവന്റെ മുഖത്ത് നോക്കി അടയാളപ്പെടുത്തുമ്പോൾ അവന്റെ മനസാക്ഷി പ്രസന്നമാണെങ്കിലേ അത് മുഖത്തേക്ക് പ്രതിഫലിപ്പിക്കാൻ കഴിയൂ. കാപട്യവും പ്രസന്നതയും ഒരുമിച്ച് കൂടിയ ഒരു മനസാക്ഷിയിൽ ഒരു മുഖത്തെ ഒരു സമയം പ്രസന്നതയും അടുത്ത സമയം വരൾച്ചയും ഉണ്ടാകും. ആമേൻ. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള ദൈവമക്കളെ, കായീനും കാബേലും ചെയ്ത കാര്യം നമുക്കറിയാം. കാബേൽ നല്ല കാര്യം ചെയ്തു, ദൈവം അവനിൽ പ്രസാദിച്ചപ്പോൾ കായീന് എന്ത് സംഭവിച്ചു എന്നാണ് ബൈബിളിൽ പറയുന്നത്. അവരോട് കോപമുണ്ടായി, അവരോട് ദേഷ്യമുണ്ടായി, അവനോട് വിദ്വേഷം തോന്നിയപ്പോൾ ദൈവം ചോദിക്കാണ്, നിന്റെ മുഖം വാടുന്നത് എന്ത്? ആമേൻ. അകത്തെ മനസാക്ഷി വാടിയെങ്കിൽ പുറത്തെ മുഖത്തിന് ആ വാട്ടത്തിന്റെ പ്രകടനം ഉണ്ടാകും. പ്രിയ ദൈവമക്കളെ, കായിന്റെ ഇന്നർ കോൺഷ്യസ് അവിടെ വെച്ച് തന്നെ വാടി വിളഞ്ഞപ്പോൾ അവന്റെ മുഖം വല്ലാത്ത വികൃതമായി മാറി. അതുകൊണ്ട് ദൈവമക്കളോട് ഞാൻ പറയട്ടെ, ഒരു കാരണവശാലും നമ്മുടെ ആന്തരിക ഇന്നർ കോൺഷ്യസ് വക്രമായി നമ്മുടെ അകത്തും വാട്ടവും കോട്ടവും പരിതാപകരമായ അവസ്ഥയും സംഭവിച്ച് നമ്മുടെ മുഖപ്രസന്നതയ്ക്ക് കളങ്കം വരാതിരിക്കട്ടെ. അതുകൊണ്ട് മറക്കരുത്, ഒന്നാമത് ബാഡ് കോൺഷ്യസ് ആണ്, രണ്ടാമത് ഗുഡ് കോൺഷ്യസ് ആണ്, മൂന്നാമത് പ്യൂർ കോൺഷ്യസ് ആണ്, നാലാമത് ക്ലിയർ കോൺഷ്യസ് ആണ്. അപ്പോസ്തലപ്രവൃത്തി 23-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം വായിച്ചാൽ, അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 23-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ പൗലോസ് ന്യായാധിപ സംഘത്തെ ഉറ്റുനോക്കി, സഹോദരന്മാരെ, ഞാൻ ഈ ദിവസം വരെ നല്ല മനസാക്ഷിയോടുകൂടെ ദൈവത്തിന് മുമ്പാകെ നടന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. പൗലോസിനെ റോമൻ നിയമം തനിക്കെതിരായി തന്നെ അറസ്റ്റ് ചെയ്ത് വിചാരണയ്ക്ക് വേണ്ടി കേസ് വിസ്തരിക്കുവാൻ ന്യായാധിപ സംഘത്തിന്റെ മുൻപാകെ കൊണ്ട് നിർത്തുമ്പോൾ പൗലോസ് പറയാണ്, ഞാൻ നല്ല മനസാക്ഷിയോടെ ഇന്നയോളം ഇടപെട്ടിട്ടുള്ളൂ, ഞാൻ നല്ല മനസാക്ഷിയോടെ ഇന്നയോളം എന്റെ പ്രേക്ഷിത ദൗത്യം ചെയ്തിട്ടുള്ളൂ, ഞാൻ നല്ല മനസാക്ഷിയോടെ എന്റെ ക്രിസ്ത്യൻ ജീവിതം നയിച്ചിട്ടുള്ളൂ. ആമേൻ. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ജീവിതത്തിൽ ഒരു കാരണവശാലും നല്ല മനസാക്ഷി വിട്ട് നമ്മൾ ഒന്നിനും പിരിയും. ആമേൻ.
ക്രിസ്ത്യാനിത്വത്തിലുള്ള ഏറ്റവും വലിയ പുഴുക്കുത്ത് എന്ന് പറയുന്നത് നല്ല മനസ്സാക്ഷിയെ വിട്ടുപോകുന്നതാണ്. 24-ാം അധ്യായം അപ്പോസ്തലപ്രവൃത്തി 24-ാം അധ്യായം അതിന്റെ 16-ാം വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, പ്രിയ ദൈവമകളെ, 24-ാം അധ്യായം അതിന്റെ 16-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ, അതുകൊണ്ട് ദൈവത്തിന്റെയും മനുഷ്യരുടെയും മുന്നിൽ കുറ്റമില്ലാത്ത മനസ്സാക്കി എല്ലായ്പ്പോഴും എനിക്കുണ്ടായിരിക്കുവാൻ ഞാൻ ശ്രമിക്കുന്നു. പൗലോസ് പറയുകയാണ്, പ്രിയ വാത്സല്യമുള്ള ദൈവമകളെ, ദൈവത്തിന്റെ മുൻപിലും മനുഷ്യരുടെ മുൻപിലും കുറ്റമില്ലാത്ത ഒരു മനസ്സാക്ഷി എപ്പോഴും ഉണ്ടായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് മറക്കരുത്, ഒന്നാമത് അഴുക്കായ മനസ്സാക്ഷി, രണ്ടാമത് നല്ലതായ മനസ്സാക്ഷി, മൂന്നാമത് നിർമ്മലമായ മനസ്സാക്ഷി, നാലാമത് പ്രസന്നമായ മനസ്സാക്ഷി, അഞ്ചാമത് സിൻസിയർ കോൺഷ്യസ് ആണ്. പ്രിയ വാത്സല്യമുള്ള ദൈവമകളെ, നമ്മൾ സാധാരണ പറയുന്ന ഒരു പദമാണ് ഈ സിൻസിയാരിറ്റി എന്ന്, വഞ്ചനയില്ലായ്മ. പ്രിയ ദൈവമകളെ, ഇതെല്ലാം ആന്തരികമാണ്. കാരണം നമുക്ക് സിൻസിയാരിറ്റി ഉണ്ടാകണമെങ്കിൽ നമ്മുടെ അകത്ത് വഞ്ചനയുടെ സമുദ്രം പറ്റി ഉണങ്ങിപ്പോകണം. വഞ്ചനയുടെ സമുദ്രം മനുഷ്യന്റെ ഉള്ളിൽ നിറഞ്ഞു കവിയുമ്പോൾ ആ വഞ്ചനയുടെ സമുദ്രത്തിൽ നിന്ന് പുറത്തോട്ടടിക്കുന്ന തിരകൾ മറ്റുള്ളവർക്ക് ദോഷം വരുത്തുവാൻ ഇടയാക്കുമെങ്കിൽ ആ സമുദ്രം നമ്മുടെ ഉള്ളിൽ വെച്ച് വറ്റി വരണ്ടു പോകേണ്ടത് അനിവാര്യമാണ്. അതെ, പ്രിയ വാത്സല്യമുള്ള ദൈവമകളെ, 2 തിമോത്തിയോസ് 1-ാം അധ്യായം അതിന്റെ 3-ാം വാക്യത്തിലേക്ക് പോകുമ്പോൾ, 2 തിമോത്തിയോസ് 1-ാം അധ്യായം അതിന്റെ 3-ാം വാക്യത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: എന്റെ പ്രാർത്ഥനയിൽ രാവും പകലും ഇടവിടാതെ നിന്നെ ഓർത്തുകൊണ്ട് പൂർവ്വപിതാക്കന്മാർ ചെയ്തതുപോലെ ഞാൻ നിർമ്മല മനസ്സാക്ഷിയോടെ ആരാധിക്കുന്ന ദൈവത്തിന് സ്തോത്രം. ആമേൻ, ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ 2024 നമ്മുടെ ആരാധന നിർമ്മല മനസ്സാക്ഷിയിലായിരിക്കട്ടെ. ശ്രീയുടെ പച്ചമലയാളത്തിൽ പറയുകയാണെങ്കിൽ തനി തങ്കമായിരിക്കട്ടെ, തനി സ്വർണമായിരിക്കട്ടെ. എല്ലാ കീടങ്ങളും മാറ്റിയ തനി തങ്ക നിർമ്മിതമായ ഒരു ഹൃദയത്തിന്റെയും മനസ്സിന്റെയും മനസ്സാക്ഷിയുടെ ഉടമസ്ഥരായി നാം ദൈവത്തെ ആരാധിക്കട്ടെ. അതുകൊണ്ട് പറയട്ടെ, ഒന്നാമത് ബാഡ് കോൺഷ്യസ് ആണ്, രണ്ടാമത് ഗുഡ് കോൺഷ്യസ് ആണ്, മൂന്നാമത് പ്യൂർ കോൺഷ്യസ് ആണ്, നാലാമത് ക്ലിയർ കോൺഷ്യസ് ആണ്, അഞ്ചാമത് സിൻസിയർ കോൺഷ്യസ് ആണെങ്കിൽ, ആറാമത് നമുക്ക് സംഭവിക്കാവുന്ന ഒരു അബദ്ധമുണ്ട്, ഒരു പോരായ്മയുണ്ട്. എന്താണെന്ന് അറിയാമോ? വീക്ക് കോൺഷ്യസ്, ബലഹീനമായ മനസ്സാക്ഷി. പ്രിയ ദൈവമകളെ, അത് ബലഹീനമല്ല, അത് സഡൻ പോക്കണം, അത് പെട്ടെന്ന് പോകും. ആമേൻ, ഹല്ലേലൂയ. നമ്മുടെ മനസ്സാക്ഷി പെട്ടെന്ന് പൊട്ടിപ്പോകും. അങ്ങനെ പൊട്ടിപ്പോകുന്നതിനെയാണ് ബലഹീനത എന്ന് പറയുന്നത്. പ്രിയ ദൈവമക്കളെ, ഇങ്ങനെ പറയാറുണ്ട്: അവൻ ദുർബലനല്ലേ, അവൻ ബലഹീനല്ലേ, അവനോട് സഹകരിക്കണം, അവനോട് ക്ഷമിക്കണം. അതുകൊണ്ട് ദൈവമക്കളെ, ഞാൻ പറയട്ടെ, സഡൻലി ബ്രോക്കൺ ആകാതെ നമ്മുടെ കോൺഷ്യസിനെ പരിശുദ്ധാത്മാവിനാൽ നമ്മൾ തലോടിക്കൊണ്ടേയിരിക്കും. പരിശുദ്ധാത്മാവുന്ന ദൈവീയ വൃത്തത്തിലെ മൂന്നാമത്തെ ആളത്വം നമ്മുടെ കോൺഷ്യസിനെ തലോടി സ്വാതന്ത്ര്യപ്പെടുത്തിക്കൊണ്ടിരുന്നാൽ അത് സഡൻലി ബ്രോക്കൺ ആകത്തില്ല. ആമേൻ. അങ്ങനെയെങ്കിൽ പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, 1 കൊരിന്ത്യർ ലേഖനം 8-ാം അധ്യായം അതിന്റെ 7 മുതൽ താഴോട്ട് പോകുമ്പോൾ നമുക്ക് അനേകം കാര്യങ്ങൾ കാണാൻ സാധിക്കുന്നു. 1 കൊരിന്ത്യർ ലേഖനം 8-ാം അധ്യായം അതിന്റെ 7 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, എന്നാൽ എല്ലാവരിലും ഈ അറിവില്ല, ചിലർ വിഗ്രഹങ്ങളോടുള്ള ചില പരിചയ നിമിത്തം വിഗ്രഹാർപ്പണം എന്നു തന്നെ ചിന്തിച്ചു ഭക്ഷിക്കുന്നു. അവരുടെ മനസ്സാക്ഷി ബലഹീനമായതുകൊണ്ട് അശുദ്ധമായി തീരുന്നു. പ്രിയ ദൈവമക്കളെ, ഈ സംഭവം എന്താണെന്നറിയാമോ? പൗലോസ് ഈ ലേഖനം എഴുതുമ്പോൾ ജാതീയ സംസ്കാര ആചാരം കൊടികുത്തി കൊരിന്ത് പട്ടണത്തിൽ ഏതൻസിൽ വാഴുകയാണ്. പ്രിയ ദൈവമക്കളെ, അപ്പം കൊരിന്ത് സഭയിൽ പോയിരുന്ന വിശ്വാസികൾ ചില ജീവനില്ലാത്ത വിഗ്രഹ പ്രതിഷ്ഠകളുടെ മുൻപിൽ കൊണ്ടുപോയി വെച്ച ആഹാരം ഇവർ വാങ്ങി കഴിച്ചു. അപ്പോൾ ചില വിശ്വാസികൾ പൗലോസിന് എഴുത്തെഴുതി അവർ ഇങ്ങനെ ചെയ്ത് നമ്മുടെ സത്യവിശ്വാസത്തെ ദുർബലപ്പെടുത്തിയെന്ന് പറഞ്ഞു. അപ്പോൾ പൗലോസ് പറയാണ്,
അവരുടെ മനസാക്ഷി ദുർബലമായതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. അവരുടെ മനസാക്ഷി ബലഹീനമായതുകൊണ്ടാണ്. അതുകൊണ്ട് ആ ബലഹീനനായ മനസാക്ഷിയുടെ ഉടമസ്ഥൻ ചെയ്ത ആ തെറ്റിനെ നീ ഇനി പ്രോത്സാഹിപ്പിക്കാതെ അതിനെന്ത് ചെയ്യണം? നിരുത്സാഹിപ്പിക്കാനായി സൗമ്യതയുടെ ആത്മാവിൽ ഇടപെടണമെന്ന് പൗലോസ് പറയുക. പ്രിയ ദൈവമക്കളെ, അതിന്റെ 8 മുതലുള്ള വാക്യങ്ങൾ 10, 12, 25, 22, 22 ഈ വാക്യങ്ങളിലേക്ക് എല്ലാം നമ്മൾ കടന്നു പോകുമ്പോൾ അവിടെ നമുക്ക് ഇതിനെ കാണുവാൻ സാധിക്കുന്നു. മനസാക്ഷി ബലഹീനമായി തീരുക. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ഞായറാഴ്ച പള്ളിയിൽ വന്ന് കർത്തൃമേശയിൽ പങ്കെടുത്ത് കർത്താവിന്റെ തിരുശരീര രക്തങ്ങളിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തി ദൈവിക വിശ്വാസ ചിന്തയില്ലാതെ ഊമവിഗ്രഹങ്ങളുടെ മുൻപിൽ ആ ജീവനില്ലാത്ത പ്രതിമകൾ കർപ്പിച്ച ഒരു ഇച്ചിരി ആഹാരം കിട്ടിയാൽ, ഞാൻ വേണമെങ്കിൽ തുറന്നു പറയാം, തിരുവനന്തപുരത്ത് ഞങ്ങൾ ഒരു ദിവസം പുറത്തിറങ്ങത്തില്ല. കാരണം ആറ്റുകാൽ പൊങ്കാല അത്ര ഭയങ്കരമാണ്. പ്രിയ ദൈവമക്കളെ, പൊങ്കാല മേടിച്ചതിനകത്ത് നമ്മൾ മാത്രമേ കാണത്തുള്ളൂ. ഒരിക്കൽ തൊട്ടടുത്ത് താമസിച്ച ഒരു പൊങ്കാല കൊണ്ടുതന്ന് ഞങ്ങൾ പറഞ്ഞ് ഞങ്ങളിത് കഴിച്ചല്ല, ഇത്രയായെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ഞാൻ ഇങ്ങനെ പറയുന്നതിനകത്ത് എനിക്ക് വലിയ മടി തോന്നിയില്ല. ഇത് കഴിഞ്ഞിട്ടല്ല ഇത്രയും ഞങ്ങൾ ആയെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നീട് അവരൊരിക്കലും ആ പൊങ്കാല നമുക്ക് കൊണ്ടു തന്നിട്ടില്ല. പ്രിയ ദൈവമക്കളെ, ഞാൻ പറയട്ടെ, അത് നമുക്കറിയാം. ആറ്റുകാൽ ആ ക്ഷേത്രത്തിൽ ചെന്നാലേ അതിന് അറിയാൻ പറ്റത്തുള്ളൂ. പ്രിയ ദൈവമക്കളെ, തിരുവനന്തപുരം സിറ്റിയിൽ മുഴുവനും ഓരോ വീട്ടുകാരും ചെന്ന് അടുപ്പ് കൂട്ടി അവിടെ ഈ പൊങ്കാല ആറ്റുകാൽ ദേവിയാണ്, നമ്മുടെ ദേവനല്ല ദേവിയാണ് ഇരിക്കുന്നത്. ആ ദേവിയോടുള്ള അനുരഞ്ജനം, അങ്ങനെ എല്ലാവരും പൊങ്കാല ആ ദേവിയുടെ ക്ഷേത്രത്തിലെ അടുപ്പിൽ നിന്നാണ് സിറ്റിക്കകത്ത് മുഴുവനും തീ പകരുന്നത്. പ്രിയ ദൈവമക്കളെ, എന്നിട്ട് അതാണ് ആൾക്കാർ ഭക്ഷിക്കാൻ വീട്ടിൽ കൊണ്ടുവന്ന് അത് വീണ്ടും ഭക്ഷിക്കുകയും ചെയ്യുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കത് പോഷണമല്ല. നമുക്ക് അങ്ങനെ ഒരു കവറേജ് നമ്മുടെ വിശ്വാസത്തിൽ ഉണ്ടാകുമോ എന്നുള്ളത് എളുപ്പമല്ല. അതുകൊണ്ട് ഞാൻ അതിനകത്ത് നിങ്ങളെ ഒരു രീതിയിൽ കുറ്റം പറയാൻ ആഗ്രഹിക്കുന്നത്, എന്നെ സംബന്ധിച്ച് എനിക്ക് അതിനുള്ള കണ്ണീരമുണ്ട്. ഞാൻ എത്ര നല്ല ബന്ധമുള്ളവനാണെങ്കിലും അത് തന്നു കഴിഞ്ഞാൽ, അത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിഷേധിച്ച് എന്റെ ആളത്തെ സൂക്ഷിക്കാൻ എനിക്ക് കഴിയും. നിങ്ങൾക്ക് സൂക്ഷിക്കാൻ പറ്റിയില്ലെങ്കിലും ഞാൻ നിങ്ങളെ ആ കാര്യത്തിൽ കുറ്റം പറയുന്നില്ല. അത് നിങ്ങളുടെ മനസ്സാക്ഷിയുടെ ചോദ്യവും ഉത്തരവുമാണ്. ആമേൻ. അതുകൊണ്ട് കർത്താവിന്റെ നാമത്തിൽ ഞാൻ ഓർപ്പിക്കട്ടെ. ഒന്നാമത് അഴുക്ക് മനസാക്ഷി, രണ്ടാമത് നല്ല മനസാക്ഷി, മൂന്നാമത് നിർമ്മല മനസാക്ഷി, നാലാമത് പ്രസന്നമായ മനസാക്ഷി, അഞ്ചാമത് വഞ്ചനയില്ലാത്ത മനസാക്ഷി, ആറാമത് ബലഹീനമായ മനസാക്ഷിയെങ്കിൽ, ഏഴാമത് ഒരു ഓപ്പോസിറ്റ് കോൺഷ്യസ് ഉണ്ട്. 1 ശമൂവേൽ 24-ാം അധ്യായം 5-ാം വാക്യം. 1 ശമൂവേലിന്റെ പുസ്തകം 24-ാം അധ്യായം അതിന്റെ 5-ാം വാക്യത്തിൽ ഒരു ഓപ്പോസിറ്റ് കോൺഷ്യസിനെ നമ്മൾ കാണാം. 1 ശമൂവേൽ 24-ാം അധ്യായം 5-ാം വാക്യം ഞാൻ വായിക്കട്ടെ. ശൗലിന്റെ വസ്ത്ര അഗ്രം മുറിച്ചെടുത്തത് നിമിത്തം പിന്നീട് ദാവീദിന് മനസാക്ഷി കുത്തി തുടങ്ങി. ഞാനൊരു കാര്യം പറയട്ടെ. ശൗൽ ഇസ്രായേൽ രാജാവാണ്. ദാവീദ് രാജാവല്ല, രാജാവാകുവാനായിട്ട് ദൈവത്താൽ അടുത്ത ചാൻസിലേക്ക് നിയമിക്കപ്പെട്ട വ്യക്തിയാണ്. എന്നാൽ ഇവര് തമ്മിൽ ഭയങ്കര പ്രശ്നമുണ്ടായി. ശൗൽ രാജാവ് ഇങ്ങനെ പറഞ്ഞു, ഞാൻ എവിടെ വെച്ച് ദാവീദിനെ കണ്ടാലും അവനെ കൊല്ലും. എന്നാൽ ഒരു സമയം ഇവര് രണ്ടുപേരും ഒരു സ്ഥലത്ത് വെച്ച് മുഖാമുഖം കണ്ടതിനു ശേഷം ശൗൽ രാജാവ് ദാവീദിന്റെ മുൻപിൽ നിന്നും മാറുമ്പോൾ ശൗൽ രാജാവ് അറിയാതെ ശൗൽ രാജാവിന്റെ അങ്കിയുടെ മേൽക്കുപ്പായത്തിന്റെ ഒരു കോട്ട കത്രിക കൊണ്ട് കണ്ടിച്ചെടുത്ത് തന്റെ കയ്യിൽ സൂക്ഷിച്ച് ഒരിക്കൽ ശൗലിന്റെ മുൻപിൽ വെച്ച് ദാവീദ് സാക്ഷി വെച്ചിട്ട് പറയാണ്, നീ എന്നെ കൊല്ലുമെന്ന് പറഞ്ഞു, പക്ഷെ നിന്നെ കൊല്ലുവാൻ എനിക്ക് അവസരം കിട്ടി, ഞാൻ നിന്നെ കൊന്നില്ല. നീ എന്റെ പിടിയിൽ പിടിക്കപ്പെട്ടതിന്റെ തെരുവായി നിന്റെ മേലങ്കിയുടെ കഷ്ണം ഇതാ എന്ന് പറഞ്ഞ് കാണിച്ചു. പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ, ദാവീദ് ഒരു ദൈവഭക്തനായതുകൊണ്ട് ഈ തന്റെ മേലങ്കിയുടെ ഒരു കോണിൽ നിന്ന് ഒരു തുണ്ട് കടിച്ചെടുത്ത് വെച്ച സമയം മുതൽ ദാവീദിന്റെ മനസാക്ഷി തന്നെ കുത്തി ബോധിപ്പിച്ചു. അതാ എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള ദൈവമക്കളോട് ഞാൻ പറയട്ടെ, നമ്മള് നല്ല മനസാക്ഷിയോ നിർമ്മല മനസാക്ഷിയോ പ്രിയ ദൈവമക്കളെ ഉള്ളവരാണെങ്കിൽ നമ്മളൊരു തെറ്റ് ചിലപ്പോൾ ചെയ്തെന്നവരാ. ആ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ സ്വൈര്യത കെട്ടുപോകും, നമ്മുടെ ഉറക്കം കെട്ടുപോകും. അതെ, അതുകൊണ്ടാണ് കർത്താവായ യേശു പറഞ്ഞത്, നിങ്ങൾ ഒരുത്തനോടൊരു അന്യായം ചെയ്താൽ നിങ്ങൾ അവന്റെ അടുക്കൽ ചെന്ന് ആ അന്യായത്തെ കുറിച്ച് ബോധ്യപ്പെടുത്തി അവൻ നീയും തമ്മിൽ നിരപ്പാണ്.
അമ്മേ, നമ്മുടെ മനസ്സിന്റെ വെപ്രാളം, മനസ്സിന്റെ ആദി, മനസ്സിന്റെ തിളയ്ക്കുന്ന അവസ്ഥ, മനസ്സിന്റെ ആ തീപ്പന്തത്തെ കെടുത്തണമെങ്കിൽ നമ്മുടെ വൈരിയോടും എതിരാളിയോടും ശത്രുവിനോട് നമ്മൾ പൊരുത്തപ്പെടണം. പ്രിയ വാത്സല്യമുള്ള ദൈവമകളെ, അതുകൊണ്ട് ഞാൻ പറയട്ടെ, എന്റെ അറിവിൽ എനിക്ക് ലോകത്തിൽ ഒരു ശത്രുവുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ നമുക്ക് ആർക്കെങ്കിലും തോന്നിയാൽ ആ വ്യക്തിയെ കണ്ടെത്താവുന്ന ദൂരത്താണെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയോട് നിരപ്പായിട്ട് പോകുന്നത് നിങ്ങളുടെ കോൺഷ്യസിന്റെ ആ മനോഹരമായ നിലനിൽപ്പിന് അത് കാരണമായി തീരും. അങ്ങനെ പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം നമുക്കറിയാം. ഒരു സ്ത്രീ യഹൂദന്മാരെ ഒരുമിച്ച് യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. എന്നിട്ട് ആ പിടിച്ചുകൊണ്ടുവന്ന യഹൂദന്മാർ മുഴുവൻ പുരുഷന്മാരാണ്. ഇവിടെ ഒരു സ്ത്രീ, ഈ പുരുഷന്മാർ ഇങ്ങനെ കൂടി നിൽക്കുന്നു. അവിടെ യേശുവുമുണ്ട്. അതിന്റെ ഒത്ത നടിയിൽ ആരുവരുമില്ലാത്ത ഈ സ്ത്രീയെ ഇവർ പിടിച്ചുകൊണ്ടുവന്ന് അവർക്ക് ഒരു സ്വാതന്ത്ര്യമില്ലാത്ത നിലയിൽ അവിടെ നിർത്തിയിരിക്കുകയാണ്. എന്നിട്ട് ഇവർ യേശുവിനോട് പറഞ്ഞു, ഞങ്ങൾ ഇവിടെ വ്യഭിചാര കർമ്മത്തിൽ പിടിച്ചതാണ്. അവിടെ തന്നെ അവർക്ക് തെറ്റിപ്പോയി. കാരണം വ്യഭിചാര കർമ്മത്തിലാണെങ്കിൽ അവൾ തന്നെയല്ല, അവളുടെ കൂടെയുള്ള പുരുഷനെ അവർ പിടിച്ചില്ല. ആ പുരുഷനെ രക്ഷപ്പെടുത്തിയിട്ട് ആ സ്ത്രീയെ മാത്രം പിടിച്ച് യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് മോശയുടെ ന്യായപ്രമാണം പറയുന്നത് വ്യഭിചാര കർമ്മത്തിൽ പിടിക്കപ്പെട്ടാൽ പുരുഷനെ സ്ത്രീയെ കല്ലെറിഞ്ഞു വിടണം. പുരുഷൻ അവരുടെ കൂടി പടയാളാണ്. അയാളെ രക്ഷപ്പെടുത്തി ഈ സ്ത്രീയെ കൊണ്ടുവന്ന് അവിടെ നിലത്ത് നിർത്തി. യേശു ഈ ജനവും ഒരുമിച്ച് കൂടി നിൽക്കണം. എന്നിട്ട് നീ എന്ത് പറയുന്നു എന്ന് ചോദിച്ചു. യേശു ഒരു വാക്കും പറഞ്ഞില്ല. നിങ്ങൾ യോഹന്നാൻ സുവിശേഷം 8-ാം അധ്യായം നോക്കിയാൽ യേശു കുനിഞ്ഞില്ല. യേശു കാലിന്റെ വിരൽ കൊണ്ട് 2 പ്രാവശ്യം നിലത്ത് എഴുതി. യേശുവിന്റെ അടുക്കൽ ഈ സ്ത്രീയെ പിടിച്ചുകൊണ്ടുവന്ന യഹൂദന്മാര് അവർക്കറിയാവുന്ന ഗ്രീക്ക് ഭാഷയിൽ കറ്റ ഗ്രാഫിൻ എന്ന് 2 പ്രാവശ്യം എഴുതി. കറ്റ എന്ന് പറഞ്ഞാൽ എതിരെ, ഗ്രാഫിൻ എന്ന് പറഞ്ഞാൽ എഴുതി. ആ പിടിച്ചുകൊണ്ടുവന്ന പുരുഷന്മാരുടെ പാവം അവരുടെ കണ്ണിന് മുമ്പിൽ യേശു ഈ സ്ത്രീയെ നിർത്തിയ ആ നടുത്തളത്തിൽ എഴുതി കാണിച്ചു. എന്നിട്ട് യേശു അവളുടെ മുഖത്ത് നോക്കി ഒരു വാക്ക് പറയാണ്, ഞാൻ നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല, നീ സമാധാനത്തോട് പോകാം. ഒരു കാര്യം യേശു പറഞ്ഞു, ഇനി നീ പാപം ചെയ്യരുത്. അതിനുശേഷം യേശു അവരോട് ചോദ്യം ചോദിക്കുകയാണ്, അവർ എവിടെ? ആ സമയത്ത് പുരുഷന്മാർ മുഴുവനും എതിരെ പോയി തുടങ്ങിയിട്ടുണ്ട്. കാരണം കല്ലുമായിട്ട് വന്നവർ കല്ല് പോക്കറ്റിലിട്ടോട് പോയി. കേട്ടോ, ഒരാൾക്കും അവളെ കല്ലെറിയാൻ പോകണം യോഗ്യതയില്ല. പ്രിയ ദൈവമക്കളെ, മറ്റൊരാളെ നമ്മൾ വിമർശിക്കുമ്പോൾ, മറ്റൊരാളെ പഴിചാരുമ്പോൾ, മറ്റൊരാളെ കുറ്റം പറയുമ്പോൾ, മറ്റൊരാൾക്കെതിരെ നമ്മൾ ഏറുകണ്ണിട്ട് നോക്കുമ്പോൾ നമ്മൾ അതിനേക്കാൾ എത്രയോ കൂടുതലാണ് എന്നുള്ള കാര്യം നമ്മൾ അറിയണം. ഒരു കൂട്ടം ജനങ്ങൾ കയ്യിൽ കല്ലുമായി ഈ സ്ത്രീയെ യേശുവിന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി. യേശുവിന്റെ ചോദ്യത്തിന്റെ മുമ്പിൽ അവരുടെ മനസാക്ഷികൾ കൂട്ടി തോന്നിച്ചവരാ. അവർ എല്ലാവരും ആ കല്ലുമായി പോയി. അവരോട് ആ സ്ത്രീ പറയാണ്, അവർ പോയി കളഞ്ഞു, ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല. ഗോ ആൻഡ് സിൻ നോ മോർ. പോകും, ഇനി നീ പാപം ചെയ്യും. എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള ദൈവമകളെ, ഓപ്പോസിറ്റ് മനസാക്ഷി എന്ന് പറയുന്നത് അങ്ങനെയാണ്. നമുക്കെതിരെയുള്ള നമ്മുടെ മനസാക്ഷി കണ്ടോ, നമുക്ക് മനസാക്ഷിയുണ്ട്. അത് നമുക്ക് എതിരെ വന്നാൽ ഈ കല്ലെറിയുവാൻ വന്നവരുടെ മനസാക്ഷി അവർക്കെതിരെ ആയി തീർന്നതായി നമ്മൾ വായിക്കുന്നു. ശമൂവേൽ പുസ്തകത്തിൽ നമ്മൾ ദാവീദിനെ കാണുകയുണ്ടായി. ദാവീദിന്റെ മനസാക്ഷി തന്നെ തന്നെ കുറ്റപ്പെടുത്തി. അതാണ് ഓപ്പോസിറ്റ് മനസാക്ഷി. പ്രിയ വാത്സല്യമുള്ള ദൈവമകളെ, അങ്ങനെയെങ്കിൽ അവസാനമായി ഒരു കാര്യം കൂടെ പറയട്ടെ, പോസിറ്റീവ് കോൺഷ്യസ്. നമുക്ക് ഏറ്റവും അനുകൂലമായ ഒരു മനസാക്ഷി. എബ്രായ ലേഖനം 9-ാം അധ്യായം 9-ാം വാക്യത്തിലേക്ക് കടന്നു പോകുമ്പോൾ, എബ്രായ ലേഖനം 9-ാം അധ്യായം 9-ാം വാക്യത്തിലേക്ക് കടന്നു പോകുമ്പോൾ അവിടെ ഇങ്ങനെ വായിക്കുന്നു, ആരാധകൻ അർപ്പിക്കുന്ന വഴിപാടുകളും യാഗങ്ങളും അവന്റെ മനസാക്ഷിയെ വിശുദ്ധീകരിക്കുവാൻ പര്യാപ്തമല്ല എന്നതിന് ഈ കാലത്തേക്കുള്ള ഒരു ദൃഷ്ടാന്തമാണിത്. പ്രിയ ദൈവമക്കളെ, നമ്മുടെ മനസാക്ഷിയെ പരിശുദ്ധമാക്കുവാൻ നമുക്ക് ആർക്കും കഴിയത്തില്ല. ഇവിടെ താഴെ പറയുന്നു, നിർദോഷിയും നിഷ്കളങ്കനുമായ കർത്താവായ യേശുവിന്റെ രക്തം മാത്രമേ നമ്മുടെ ദുർമനസാക്ഷിയെ ശുദ്ധീകരിക്കാൻ കഴിയത്തുള്ളൂ. ആമേൻ. അതുകൊണ്ട് വാത്സല്യമുള്ള ദൈവമക്കളെ, ഞാനിവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. നമ്മൾ കാര്യമുള്ള ബാഡ് കോൺഷ്യസ്, നമ്പർ 2 ഗുഡ് കോൺഷ്യസ്, നമ്പർ 3 പ്യൂർ കോൺഷ്യസ്, നമ്പർ 4 ക്ലിയർ കോൺഷ്യസ്, നമ്പർ 5 സിൻസിയർ കോൺഷ്യസ്, നമ്പർ 6 ഡീ കോൺഷ്യസ്, നമ്പർ 7 ഓപ്പോസിറ്റ് കോൺഷ്യസ്, നമ്പർ 9 പോസിറ്റീവ് കോൺഷ്യസ്.
നമ്മുടെ മനസാക്ഷി ഏറ്റവും ഋച്ചുവായ അവസ്ഥയിലാകണമെങ്കിൽ നമ്മുടെ മനസാക്ഷിയുടെ സകല മലിനതകളെ മാറ്റാൻ ഒരുവനുണ്ടെന്ന് മക്കളും ഇവിടെ അവൻ കർത്താവ് യേശുവാണ്. അവന്റെ ക്രൂശിലെ യാഗമരണം, അവന്റെ തങ്കച്ചോര നമ്മുടെ ദുർമനസാക്ഷിയെ നീങ്ങുമാർ നമ്മുടെ മനസാക്ഷിയെ നിർമ്മലമായി ശുദ്ധമായി പരിശുദ്ധമാക്കി മാറ്റുവാൻ മതിയായതാണ് എന്ന അറിവോടെ നമ്മൾ മുന്നോട്ട് കടന്നു പോകുമ്പോൾ എന്താണ് മനസാക്ഷി എന്ന ചോദ്യത്തിന് മുന്നിൽ ഇന്നുമക്കാലം നമ്മൾ ഒരു മറുപടി കണ്ടെത്തണം. എന്റെ മനസാക്ഷി എന്റെ ജീവന്റെ ഭാഗമായിരിക്കാൻ, എന്റെ മുന്നോട്ടുള്ള ജീവന്റെ നിലനിൽപ്പിന് അതിനെ സംശുദ്ധമായി, തനിമയുള്ളതായി, മനോഹരമായി, നിർമ്മലമായി, നേരുള്ളതായി, വിശുദ്ധമായി സൂക്ഷിക്കണം. അതിന് എന്റെ കർത്താവിന്റെ ക്രൂശിലെ രക്തം എനിക്ക് അനിവാര്യമാണ്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, നിയർ ബൈ ദ ബ്ലഡ് ഓഫ് ജീസസ്, യേശുവിന്റെ രക്തം ഇതാ നമ്മുടെ അടുക്കൽ വന്നു നിൽക്കുന്നു. അമ്മേ, നമ്മുടെ കോൺഷ്യസിനെ പ്യൂരിഫൈ ചെയ്യുവാൻ ആ രക്തം നമ്മുടെ ഉള്ളിലേക്ക് മെല്ലെ മെല്ലെ കടന്നു വരികയാണ്. അതിനാൽ നമ്മുടെ സാവാസം കൊടുത്ത് കർത്താവിന്റെ ജീവിതത്തിൽ സമർപ്പിക്കുക. കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.